നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. അച്ഛാ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ദൈവം നമ്മളെ ശാസിക്കുന്നത് ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടില്ലേ? വേദന, പ്രയാസങ്ങൾ, ഇതൊക്കെ എങ്ങനെയാ ദൈവസ്നേഹത്തിന്റെ ഒരു അടയാളമാകുന്നത്? എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്സാക്ട്ലി ഈ വിഷയത്തെക്കുറിച്ചാണ്. ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സത്യം. അപ്പോ നമ്മുടെ ഈ ചിന്തയ്ക്ക് അടിസ്ഥാനം എവിടെ നിന്നാണെന്നോ? അത് ബൈബിളിലെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വളരെ ശക്തമായ ഒരു വാക്യമാണ്. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ സത്യത്തിൽ ഭാഗ്യവാൻ എന്ന്. ഈ ഒരൊറ്റ വാചകമാണ് നമ്മളിന്ന് തുറന്നു പരിശോധിക്കാൻ പോകുന്നത്. അല്ല, ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നില്ലേ? ശിക്ഷണം ഒരു ഭാരമല്ലേ? ശാസന, അതൊക്കെ എങ്ങനെയാ ഒരു ഭാഗ്യമാകുന്നത്? സാധാരണഗതിയിൽ നമുക്കതൊരു വേദനയും വിഷമവും അല്ലേ തരുന്നത്? അതെ, പക്ഷേ അത് ദൈവത്തിൽ നിന്നാകുമ്പോൾ അവിടെയാണ് കാര്യം മാറുന്നത്. അത് വെറുമൊരു ശാസനയല്ല, അതൊരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനും നമ്മളെ ഒന്നുകൂടി പൊതുക്കാനുമുള്ള വലിയൊരു അനുഗ്രഹം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് ഒരു അനുഗ്രഹമാകുന്നത് എന്നതിൻ്റെ ആദ്യത്തെ പോയിന്റ്. ദൈവം നിങ്ങളെ വിട്ടിട്ടില്ല. അതായത് ദൈവത്തിൽ നിന്നൊരു തിരുത്തൽ വരുമ്പോൾ അതിനർത്ഥം ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചു എന്നല്ല, മറിച്ച് ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്നതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ദൈവം എന്തിനാണ് നമ്മളെ തിരുത്തുന്നത്? അതിനൊരു കാരണമുണ്ട്. അത് നമ്മളോട് പറയുകയാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ഞാൻ നിന്റെ ജീവിതത്തിൽ ഇപ്പോഴും ഇടപെടുന്നുണ്ട്, നിന്റെ ഭാവി എനിക്ക് പ്രധാനമാണ് എന്ന്. അപ്പോൾ അതൊരു ദേഷ്യത്തിന്റെ പ്രകടനമല്ല, മറിച്ച് കരുതലിന്റെ ഒരടയാളമാണ്. ബൈബിളിലെ എബ്രായർ 12:6 ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. കണ്ടോ, ഇതൊരു സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. മറ്റെല്ലാവരും നമ്മളെ വിട്ടുപോയേക്കാം, പക്ഷെ ദൈവം നമ്മളെ കഴിവിടാതെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അപ്പോൾ അടുത്ത ചോദ്യം, സ്നേഹമാണെങ്കിൽ പിന്നെന്തിനാ വേദനിപ്പിക്കുന്നത്? അല്ലേ? നമുക്ക് അതിന്റെ കാരണത്തിലേക്ക് കടക്കാം. അതിനൊരു നല്ല ഉത്തരമുണ്ട്. ദൈവത്തിന്റെ ശിക്ഷണം എന്ന് പറയുന്നത് ഒരു സർജറി പോലെയാണ്, ഒരു ഓപ്പറേഷൻ പോലെ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സർജറിയുടെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാ? ആദ്യം അതൊരു വേദന നിറഞ്ഞ പ്രക്രിയയാണല്ലേ? പക്ഷേ അതിലൂടെ നമ്മുടെ ശരീരത്തിലെ രോഗം നീക്കം ചെയ്യപ്പെടുന്നു, അവസാനം നമ്മുടെ ജീവൻ രക്ഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ ശിക്ഷണവും. നമ്മളെ നശിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോഴത് മോശം ചിന്തകളാകാം, അല്ലെങ്കിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില ബന്ധങ്ങളാകാം, അതൊക്കെ ദൈവം ഒരു സർജനെ പോലെ മുറിച്ചുമാറ്റുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ലക്ഷ്യം നിങ്ങളെ തകർക്കുക എന്നതല്ല, മറിച്ച് നിങ്ങളെ പണിയുക എന്നതാണ്. നിങ്ങളെ തള്ളിക്കളയുകയല്ല, ശുദ്ധീകരിക്കുകയാണ്. ശിക്ഷിക്കുകയല്ല, ഒരു വലിയ കാര്യത്തിനായി ഒരുക്കുകയാണ്. അപ്പോ മൂന്നാമത്തെ കാര്യം, ഇത് വെറുമൊരു തിരുത്തൽ മാത്രമല്ല, ഇതൊരു സംരക്ഷണവും ഒരുക്കവുമാണ്. എന്തിനാണെന്നല്ലേ? ഒരു നല്ല ഭാവിക്കു വേണ്ടി. എപ്പോഴും ഓർക്കുക, ഇന്നത്തെ നമ്മുടെ വേദന നാളത്തെ ഒരു വലിയ സാക്ഷ്യമായി മാറും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇയ്യോബിന്റെ ജീവിതമാണ്. അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു, ഒരുപാട് വേദനയിലൂടെ കടന്നുപോയി. പക്ഷെ അവസാനം എന്തുണ്ടായി? ദൈവം അദ്ദേഹത്തിനുണ്ടായിരുന്നതിന്റെ ഇരട്ടിയാണ് തിരികെ നൽകിയത്, 2x. അതുകൊണ്ടാണ് ഇയ്യോബ് 5:18 പറയുന്നത്, അവൻ മുറിവേൽപ്പിക്കുന്നു, എന്നാൽ അവൻ തന്നെ വെച്ചുകെട്ടുന്നു. മുറിവുണ്ടാക്കുന്ന അതേ കൈകൾ തന്നെയാണ് അത് സുഖപ്പെടുത്തുന്നതും. ഇനി നാലാമത്തെ പോയിന്റ്, ഇത് വളരെ രസകരമാണ്. ചില സമയങ്ങളിൽ ദൈവത്തിന്റെ ശിക്ഷണം എന്ന് പറയുന്നത് ഒരു സ്റ്റോപ്പ് ബോർഡ് പോലെയാണ്. നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ മുന്നിലുള്ള അപകടം കാണാതെ പോവുകയാണെങ്കിൽ ദൈവം നമ്മളെ തടഞ്ഞു നിർത്തും. ചിലപ്പോൾ അതൊരു അടഞ്ഞ വാതിലായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷെ ദൈവം നമ്മളോട് പറയുകയാണ്, ആ വഴി അപകടമാണ്, അല്ലെങ്കിൽ ആ ബന്ധം നിനക്കുള്ളതല്ല, ആ തീരുമാനത്തിൽ എൻ്റെ സാന്നിധ്യമില്ല, ആ ചിന്തകൾ നിന്നെ കാർന്നു തിന്നും. അപ്പോൾ അതൊരു തിരസ്കരണമല്ല, മറിച്ച് നമ്മളെ രക്ഷിക്കാനുള്ളൊരു വഴിയാണ്. അപ്പോ അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഇതാണ്. ഇത് ശിക്ഷയല്ല, ഒരുക്കമാണ്. നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റേണ്ട സമയമാണിത്. ദൈവം എന്റെ ജീവിതം വൈകിപ്പിക്കുകയാണെന്ന് ചിന്തിക്കുന്നതിന് പകരം ദൈവം എന്നെ സംരക്ഷിക്കുകയാണെന്ന് തിരിച്ചറിയുക. ദൈവം എന്നെ തിരുത്തുകയാണെന്ന് വിഷമിക്കുന്നതിനു പകരം ദൈവം എന്നെ ഉയർത്താൻ പോകുകയാണെന്ന് മനസ്സിലാക്കുക. ദൈവം എന്നെ വേദനിപ്പിക്കുകയാണെന്ന് കരുതുന്നതിനു പകരം ദൈവം എന്നെ പുതുക്കുകയാണെന്ന് വിശ്വസിക്കുക. ദൈവം എന്നെ രൂപപ്പെടുത്തുമ്പോൾ അതെന്നെ ഉപയോഗിക്കാൻ ഒരുക്കുകയാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഈയൊരു സത്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം, നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നില്ല, നിങ്ങളൊരു വലിയ കാര്യത്തിനായി ഒരുക്കപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്ക് ഭാഗ്യമില്ല എന്ന് ഇനി ഒരിക്കലും പറയരുത്. നിങ്ങൾ ഭാഗ്യമില്ലാത്തവർ അല്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം ദൈവത്തിന്റെ ശ്രദ്ധ നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾ മറക്കപ്പെട്ടവരല്ല. ഓരോ തിരുത്തലും ദൈവം നിങ്ങളെ എത്രമാത്രം ഓർക്കുന്നു എന്നതിന്റെ തെളിവാണ്.
ഏറ്റവും പ്രധാനമായി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ രൂപപ്പെടുത്തലും ഒരുക്കവുമെല്ലാം ഒരു വലിയ ലക്ഷ്യത്തിനായി ദൈവം തിരഞ്ഞെടുത്തതിന്റെ അടയാളമാണ്.